ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചർച്ച ഈ ഹൂ ഈസ് ദ ബർട്രൻഡ് റസൽ ഓഫ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ ബർട്രൻഡ് റസൽ എന്നുള്ളൊരു ഫിലോസഫർ ഉണ്ട്. 1872 മുതൽ 1972 വരെ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ ബർട്രൻഡ് റസൽ ഈസ് ഫേമസ് ഫോർ ഹിസ് 3 വോളിയം പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഇപ്പൊ 2 പ്രിൻസിപ്പിയ ഉണ്ട്. ന്യൂട്ടന്റെ ഫിലോസഫി നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക ഉണ്ട്. അത് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ഫിലോസഫി എന്നാണ്. സയൻസിന് അന്ന് നാച്ചുറൽ ഫിലോസഫി എന്ന് പറയുന്നത് 1687 എഴുതിയ ബുക്കാണ്. ഇപ്പൊ 1910-13 കാലഘട്ടത്തിൽ എഴുതിയ മറ്റേ എന്താ പറയാ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, അത് മാത്തമാറ്റിക്സ് ലോജിക്കിൽ നിന്ന് ഡെഡ്യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ്. അപ്പൊ പിന്നെ ബർട്രൻഡ് റസൽ പിൽക്കാലത്ത് ഒരു ലൊജീഷ്യൻ മാത്തമാറ്റീഷ്യനിൽ നിന്ന് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റും പല അനാലിസിസ് ഓഫ് മൈൻഡ്, അനാലിസിസ് ഓഫ് മാറ്റർ, പ്രോബ്ലംസ് ഓഫ് ഫിലോസഫി, റോഡ് ടു ഫ്രീഡം, കോൺക്വസ്റ്റ് ഓഫ് ഹാപ്പിനെസ്, യു നെയിം ഇറ്റ്. ഹി ഹാസ് ആക്ച്വലി ഡെൽറ്റ് വിത്ത് ലോട്ട് ഓഫ് സബ്ജക്ട്സ്. ഈവൻ ഒരു ഹിന്ദി സിനിമയിൽ വരെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ബ്രിട്ടീഷ് ഫിലോസഫറാണ്. അപ്പോ 20th സെഞ്ചുറിയിൽ ഏറ്റവും വലിയ ഫിലോസഫർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ വോളിയൂം ഓഫ് വർക്ക് ഡെഫിനറ്റ്ലി ബർട്രൻഡ് റസൽ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഫിഗർ ഇൻ കമ്പ്യൂട്ടർ സയൻസിലുണ്ടെങ്കിൽ ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഫൈനലി ഒരു ഉത്തരം താങ്ക്സ് ടു മൈ ഫ്രണ്ട്. ഞാൻ ഒരാളുടെ അക്കംപ്ലിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശരത്ത് പറഞ്ഞത് ഹി സീംസ് ടു ബി ദ ബർട്രൻഡ് റസൽ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത്, വിച്ച് ഐ ഫൗണ്ട് ടു ബി എ ഗുഡ് തിങ്, അല്ല ഒരു ഗുഡ് ഒബ്സർവേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലെറ്റ് us talk about it. There is a professor called Andrew Tannenbaum. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ ബുക്ക് എന്തായാലും നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിയുടെ പക്ഷെ അതിനെക്കുറിച്ച് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ടു കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളിയാണ് ആംസ്റ്റർഡാം കമ്പൈലർ കിറ്റ്, അതായത് പോർട്ടബിൾ കമ്പൈലേഴ്സ്, അതായത് ഫ്രണ്ട് എൻഡ് കമ്പൈലറിൽ റിസർച്ച് നടത്തുകയും പുള്ളി ആംസ്റ്റർഡാം കമ്പൈലർ കിറ്റ് എന്നുള്ള ഒരു പ്രോജക്റ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള ആളാണ്. അതാണ് പുള്ളിയുടെ മേജർ ഇത്. പിന്നെ പുള്ളി ഒരു സ്ട്രക്ചേർഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ഒരു ബുക്ക് പുള്ളി എഴുതിയിട്ടുണ്ട്. ആ സ്ട്രക്ചേർഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എൻ്റെ കയ്യിൽ ഫിസിക്കൽ കോപ്പി 1990 എഡിഷൻ്റെ ഉണ്ട്. അപ്പോ ആ ഒരു പുസ്തകം ഒരു വളരെ എന്താ പറയാ ഇപ്പൊ എൻ്റെ സിസ്റ്റം പ്രോഗ്രാമിംഗ് ലൈഫിൽ ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കമ്പ്യൂട്ടർ എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം എന്നുള്ളത് വളരെ പല ആൾക്കാരോട് സംസാരിച്ചപ്പോൾ ഓവർ ദ പീരീഡ് ഓഫ് ടൈം they have told that okay, that book has influenced them. Structured Computer Organization by Andrew Tannenbaum. അതിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എഡിഷൻ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 1990 എഡിഷൻ ആണ്, ഫിസിക്കൽ കോപ്പി. ഓക്കെ, അപ്പോ ഇന്റർനെറ്റിൽ എവിടെയെങ്കിലും കിടപ്പുണ്ട്, അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ ആ പുസ്തകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു 6 ലെയർ ഫ്രെയിംവർക്ക് ആണ്. അതിനെ കുറിച്ച് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യും. അതൊരു ഭയങ്കര ഒരു സെമിനൽ കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ പുള്ളി 1988 പുള്ളി ഒരു ബുക്ക് എഴുതി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അപ്പോ ആ ബുക്ക് എഴുതാനുള്ള സാഹചര്യം അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് യുണിക്സിന്റെ ഹിസ്റ്ററി ആയിട്ട് അതിനെ ബന്ധമുണ്ട്. യുണിക്സ് AT&T ബെൽ ലബോറട്ടറീസിലാണ് ഡെവലപ്പ് ചെയ്തത്. AT&Tക്ക് അന്ന് ടെലകോം കമ്പനിയാണ്, സ്റ്റേറ്റ് സ്പോൺസേർഡ് കമ്പനി ആയതുകൊണ്ട് അവർക്ക് മറ്റേ കമേർഷ്യൽ ആക്ടിവിറ്റിയിൽ ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ അവര് യുണിക്സിന്റെ സോഴ്സ് കോഡ് പലർക്കും ലൈസൻസ് ചെയ്യും. അപ്പൊ അങ്ങനെ അവർക്കൊരു റവന്യൂ കിട്ടുമായിരുന്നു. പിന്നെ മറ്റേ എന്താ പറയാ പല യൂണിവേഴ്സിറ്റീസും ഇപ്പൊ ഹിറ്റാച്ചിക്ക് അവരുടെ യുണിക്സ് ഉണ്ടായിരുന്നു, IBM-ന് AX ഉണ്ടായിരുന്നു, മൈക്രോസോഫ്റ്റിന് സെനിക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കമ്പനികളും അങ്ങനെയാണ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ യുണിക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഇറക്കിയിരുന്നത്. അപ്പോ ഒരു ഓസ്ട്രേലിയൻ ഒരു പ്രൊഫസർ ഉണ്ട്, ലയണൽ റോബിൻസോ, അയാളുടെ ഒരു കമന്ററി ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ചിട്ടാണ് ആൾക്കാർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചത്. ഫോർ സം റീസൺ യുണിക്സ് പ്രൊപ്പറേറ്ററി ആയി. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ BSD യുണിക്സ്, അങ്ങനെ പല FreeBSD, അത് FreeBSD ഒക്കെ പിന്നെ വന്നാന്നോളൂ. അപ്പൊ അങ്ങനെ യുണിക്സ് പെട്ടെന്ന് അതിന്റെ സോഴ്സ് കോഡ് അവൈലബിൾ അല്ലാണ്ടായി കഴിഞ്ഞു. ഇപ്പൊ മിക്ക യൂണിവേഴ്സിറ്റീസും
ഓപ്പറേറ്റിംഗ് സിസ്റ്റം തിയറി വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആൻഡ്രൂ ടാനംബാം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു മിനിക്സ് എന്നുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മിനിമൽ യൂണിക്സ് എന്ന് കണ്ടാന്ന് അങ്ങനെ എഴുതി. അത് 8086 മുകളിലോ 88 മുകളിലാണ്. ഇത് 86ഉം 88ഉം തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ബസ് സെയിം തന്നെയാണ്, ഡാറ്റാ ബസ് 8 ബിറ്റോ അങ്ങനെ കണ്ടാണ്. ആ ഒരു വ്യത്യാസമാണ് അതിലുള്ളത്. അപ്പോ ഫിൻലൻഡിൽ നിന്നുള്ള ഒരു സ്റ്റുഡന്റ് ഈ OS പുള്ളി കീൻ ചെയ്ത് അത് 80386 പ്രൊട്ടക്റ്റഡ് മോഡിൽ ഓടിച്ചു. അപ്പൊ റിയൽ മോഡിലാണ് ഈ OS ഉണ്ടായിരുന്നത്. അത് പ്രൊട്ടക്റ്റഡ് മോഡിൽ, കാരണം 8086 പ്രൊട്ടക്ഷൻ ഇല്ല, 286 മുതലാണ് വന്നത്. അപ്പൊ പ്രൊട്ടക്റ്റഡ് മോഡ് കോഡ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ പ്രൊഫസർക്ക് ഇത് അയച്ചു കൊടുത്തത്. അപ്പൊ പ്രൊഫസർ പറഞ്ഞു, ആൻഡ്രൂ ടാനംബാം പറഞ്ഞു, ഇത് അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിരിക്കുന്ന OS ആണ്, അപ്പോൾ യു കൺ ഡു വാട്ട് എവർ യു വാണ്ട്. അപ്പൊ അങ്ങനെ പുള്ളി അത് റിലീസ് ചെയ്തപ്പോഴാണ് ലിനക്സ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേൾഡിലെ വെക്കുന്നത്. അപ്പൊ ലിനക്സ് ഒരു കേർണൽ മാത്രമായിരുന്നു. GNU യൂട്ടിലിറ്റീസ് കൂടി ബണ്ടിൽ ചെയ്ത് ലിനക്സ് ഡിസ്ട്രോസ് ആൾക്കാർ ഇന്ന് കാണുന്ന ഉബുണ്ടു, ഡെബിയൻ, പിന്നെ കാൽഡ്ര, റെഡാറ്റ്, അങ്ങനെ സെന്റോസ്, അങ്ങനെ പല ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ അങ്ങനെ ഉണ്ടായതാണ്. അപ്പോൾ റിച്ചർഡ് സ്റ്റോൾമൻ തുടങ്ങിയ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനും യൂട്ടിലിറ്റീസും 84 തുടങ്ങിയ 1991 ഈ ലിനക്സ് കേർണലും കൂടി വെച്ചിട്ടാണ് ലിനക്സ് ഡിസ്ട്രോ മൂവ്മെന്റും ഒരു വേൾഡ് ലിനക്സ് ശരിക്കും ഡൊമിനേറ്റ് ചെയ്തത്. അപ്പോൾ ആൻഡ്രൂ ടാനംബാം പോർട്ടബിൾ കമ്പൈലേഴ്സ് മാത്രമല്ല, സ്ട്രക്ചർഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഒരു കിഡ്ലൻ ബുക്ക്, അതായത് എഴുതുക മാത്രമല്ല, പുള്ളി ഇങ്ങനെ ഒരു ലിനക്സിന്റെ ഒരു എന്താ പറയുക ഇൻക്യുബേഷനിൽ പുള്ളി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ മൈക്രോ കേർണൽ വേഴ്സസ് ഫാറ്റ് കേർണൽ ഡിബേറ്റ് ഒക്കെ നെസ്റ്റോ റോൾഡിസായിട്ട് mid-90s നടക്കുന്ന ഇതുണ്ട്. പിന്നെ അടുത്ത പുള്ളിയുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1992 പുള്ളി മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ ബുക്ക് എഴുതി. അപ്പൊ ആ പുസ്തകത്തിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, പ്രൊട്ടക്ഷൻ, മെമ്മറി മാനേജ്മെന്റ്, പ്രോസസ്സസ്, അതിനെ കുറിച്ചൊക്കെ ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ അതിന്റെ ഒരു വലിയ ഒരു ഇമ്പാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, when I did my Windows NT programming in 1995 and SCO Unix programming, I didn't have to sweat much, കാരണം തിയറട്ടിക്കൽ ആർസണൽ ഈ ബുക്ക് ചെയ്യുന്നത് കിട്ടിയിരുന്നത്. അപ്പോൾ മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴും അതിന്റെ പ്രിന്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ബുക്കാണ്. കുറച്ച് പേര് ഞാൻ ഹാവ് കം അക്രോസ്, അങ്ങനെ കുറെ ആൾക്കാരെ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ അതിന് മിനിക്സ് ബുക്ക് എന്നാണ്. ഇപ്പൊ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല, അത് കഴിഞ്ഞിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ അടുത്ത വെർഷൻസ് വന്നു. ഇപ്പൊ അതിന്റെ മിനിക്സ് ബുക്ക് എന്ന് പറയുന്നത് മിനിക്സ് വോയിസ് ഇപ്പൊ നമുക്ക് മറ്റേ പല സ്ഥലത്തും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ പുള്ളിയുടെ ഒരു ഫേമസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനെ കുറിച്ചിട്ടുള്ള ബുക്കാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഇപ്പൊ 6th എഡിഷനും കണ്ടായി. ഈ ഫിസിക്കൽ ലെയറിനെ കുറിച്ചൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ആദ്യത്തെ 2 എഡിഷൻസിൽ OSI ലെയർ ആണെങ്കിലും പിന്നെ പുള്ളി ഒരു സിംപ്ലിഫൈഡ് ഫിസിക്കൽ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 4 ലെയർ ഫ്രെയിംവർക്കിലോട്ട് പുള്ളി ആ ബുക്ക് ഒതുക്കുകയും, ആൻഡ് ദെൻ if you want to do network programming seriously and if you want a primer to get into, Douglas Comer's book ഉണ്ടെങ്കിലും I still rate Tannenbaum's 4th, 5th edition to be really good from a pragmatic perspective. ഇപ്പോൾ നിങ്ങൾ വെബ് ചെയ്യുകയാണെങ്കിൽ തന്നെ SSL-നെ കുറിച്ചൊക്കെ one of the best description ഉള്ള ഒരു ബുക്കാണത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും പിന്നെ പുള്ളി ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന്റെ ബുക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറെ ഹൺഡ്രഡ്സ് ഓഫ് PhD ആൾക്കാരെ PhD തെസിസ് പുള്ളി സൂപ്പർവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിയുടെ ശിഷ്യന്മാരാണ് മോഡേൺ കമ്പൈലർ ഡിസൈൻ. അങ്ങനെ അപ്പോൾ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്, ഹിസ് കോൺട്രിബ്യൂഷൻ I will just enumerate. Spearheaded the Amsterdam compiler kit project, wrote a very famous book on structured computer organization, wrote a book on modern operating systems, wrote a book on operating system design and implementation, ഒരു നെറ്റ്വർക്ക് പ്രോഗ്രാമിങ്ങിന്റെ ബുക്ക് എഴുതി. ആൻഡ് ഹി ഹാസ് ഇൻഫ്ലുവൻസ്ഡ് കുറെ ഗ്രാൻഡ് ഒക്കെ പുള്ളി
ഇതിന്റെ പല പ്രൊജക്ട്സും സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി സീംസ് ടു ബി സ്റ്റിൽ ആക്റ്റീവ്. അപ്പോ if somebody asks me who is the Bertrand Russell of computer science, if you take a look at it, based on the impact radius, Andrew Tannenbaum seems to be എന്താ പറയാ ഒരു കമ്പലിംഗ് നെയിമാണ്. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിക്കുകയാണെങ്കിൽ, if you want to do system software, at least read his structured computer organization, modern operating system, and computer network books. And if you want to make your hands a bit dirty, go to the Minix book. And if you want to understand about distributed systems in general from a OS perspective, പുള്ളിയുടെ ബുക്സ് വളരെ ഗുണമാണ്. അപ്പൊ ഈ ബുക്കിന്റെ കൂടെ ചേർത്ത് വായിക്കാവുന്ന മറ്റു പുസ്തകങ്ങളും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഇത് ഞാൻ ഇപ്പൊ ഇങ്ങനെ ഈ പുസ്തകം ഇദ്ദേഹത്തിന്റെ എടുക്കാൻ കാരണം, ഞാൻ എൻ്റെ മകന് വേണ്ടി എൻ്റെ ഷെൽഫിൽ ബുക്ക് തപ്പിയപ്പോൾ ഈ ബുക്സ് ഒക്കെ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓഡിറ്റ് ചെയ്യുക ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഇത്. അപ്പോൾ ഈ ആൻഡ്രൂ ടാനൻബാം എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് ആൾറെഡി ആയിട്ടോ സ്ട്രക്ചർഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ആംസ്റ്റർഡാം കമ്പൈലർ കിറ്റിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളൂ. പക്ഷെ പുള്ളിയുടെ സ്റ്റുഡൻസ് എഴുതിയ മോഡേൺ കമ്പൈലർ ഡിസൈൻ എന്നൊരു ബുക്ക് ഉണ്ട്. അപ്പൊ അയാളുടെ ഒരു ഓതറിന്റെ പേര് ഡിക്ക് ഗ്രൂ എന്നാണ്. ഞാൻ ഈ കോഡ് ഗുരുവില് സജസ്റ്റ് ചെയ്തപ്പോ ഡിക്ക് ഗ്രൂ എന്ന് പറയുമ്പോ ഡിക്ക് എന്നുള്ള സ്റ്റാർ റിച്ചർഡിന്റെ ഷോർട്ട് ഫോം കണ്ടാണ്. അപ്പൊ റിച്ചർഡ് മറ്റേ എന്താ പറയാ ഗ്രൂ എന്നാണ്, റിച്ചർഡിനെ ഡിക്ക് എന്നും കണ്ട് വിളിക്കുന്നതാണ്. അപ്പൊ അതേമാതിരി തന്നെ മറ്റേ റിച്ചർഡ് ചെനി എന്ന് പറഞ്ഞ മറ്റേ അമേരിക്കയുടെ ഒരു ഡിഫൻസ് സെക്രട്ടറിയാണ് ഡിക്ക് ചെനി എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോ അത് വളരെ ഇമ്പാക്ട് പുള്ളിയുടെ അതുണ്ടാക്കിയില്ലെങ്കിലും സ്ട്രക്ചർഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹെൽപ്പ് മീ ടു അണ്ടർസ്റ്റാൻഡ് വിൻഡോസ് NT ആൻഡ് ലിനക്സ് ആൻഡ് ദെൻ SCO/Unix. ഓക്കെ, thereafter Linux. പിന്നെ ഹിസ് ബുക്ക് ഓൺ നെറ്റ്വർക്കിംഗ് റിയലി ഹെൽപ്പ് മീ ടു അണ്ടർസ്റ്റാൻഡ് the OSI 7-layer, simplified layer, ആൻഡ് ഈ SSL അൽഗോരിതത്തെ കുറിച്ച് പുള്ളിയുടെ ബുക്കിൽ മാത്തിനെ കുറിച്ചൊരു പ്രതിപാദനമുണ്ട്. ഇപ്പോ അതൊരു ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോ ഇതൊക്കെയാണ് പുള്ളിയുടെ മിക്ക ബുക്സും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ ഇമ്പാക്റ്റ് ഞാനിപ്പോ കുറച്ച് പേരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആക്സിഡന്റലിയാണ് ഞാൻ റീഡിസ്കവർ ചെയ്തത്. അപ്പോ ഈ വീഡിയോന്റെ മെസ്സേജ് ഇത്രയേ ഉള്ളൂ. ഇഫ് യു വാണ്ട് ടു ബിക്കം എ ഗുഡ് പ്രോഗ്രാമർ, if you want to do good in Linux programming, say network programming, and if you want to understand how to build computer systems from a software developer's perspective, I recommend all of his books. Search ചെയ്യാം, study it, and you won't repent എന്നാണ് എനിക്ക് പറയാനുള്ള. നന്ദി, നമസ്കാരം.